പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2026 വിവിധ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ വരും. ഇതിൽ നമ്മൾ FIUG ആൻഡ് FIIMP എന്ന് പറഞ്ഞാൽ FIUG പറഞ്ഞാൽ 4 ഇയർ UG പ്രോഗ്രാം, FY പറഞ്ഞാൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമാണ്. അപ്പം ഇത് രണ്ടും ഡിഗ്രി +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുള്ള രണ്ടെണ്ണമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ നമ്മൾ ക്ലിക്ക് ഹിയർ നെക്സ്റ്റ്, നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നമ്മൾ മെയിലിലേക്ക് അയച്ചിട്ടുണ്ടാവും. ക്ലിക്ക് ഹിയർ ടു, നമ്മൾ കൊടുത്ത പാസ്വേഡ്, ക്ലിക്ക് ഹിയർ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമ്മളെ അപ്ലിക്കേഷൻ നമ്പർ വരും, നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടായിരിക്കും. എന്നിട്ട് വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുന്നു. ആ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അതോടുകൂടി ഇതുപോലെ വരും. നമ്മൾ എന്തൊക്കെയാണ് കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ രജിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് ഇതിലുണ്ടായിരിക്കും. അക്കാദമിക് പ്രൊഫൈലിൽ എന്തൊക്കെ കൊടുക്കണം, ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ചേഞ്ച് ഓപ്ഷൻ ആഡ് ചെയ്യാൻ കഴിയും. പിന്നെ പേയ്മെൻറ്റ്, പിന്നെ പ്രിൻറ്റ് റെസിപ്റ്റ്, കണ്ടിന്യൂ, വെരിഫൈ ദ ആപ്ലിക്കേഷൻ, പ്രിൻ്റ് ഔട്ട് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഓരോന്ന് ഭാഗത്തും സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഹൗസ് നെയിം, സ്ട്രീറ്റ്, അഡ്രസ്സ്. കേരളൈറ്റ് ആണോ? യെസ്. നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. മൊബൈൽ നമ്പർ കൊടുത്തു. ലാൻഡ് ഫോൺ നിർബന്ധമില്ല. ഇവിടെ അഡ്രസ്സ് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുന്നു, മലപ്പുറം. സ്റ്റേറ്റ്, മലപ്പുറം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. കേരള സെലക്ട് ചെയ്തു. പിന്നെ പിൻകോഡും കാര്യങ്ങളും കൊടുത്ത് ഇത് കൊടുത്തു. ഇനി റിസർവേഷൻ ഡീറ്റെയിൽ, നോൺ ക്രിമിലെയർ ആണോ, OBC ആണോ? ആണെങ്കിൽ നോൺ ക്രിമിലെയർ എന്നടിക്കണം. നമ്മളെ കാസ്റ്റ്, അതിനു മുമ്പ് നമ്മൾ റിലീജിയൻ ഇസ്ലാം. ഓക്കെ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ? നോ. ആർ യു എലിജിബിൾ ഫോർ കമ്മ്യൂണിറ്റി റിസർവേഷൻ? കമ്മ്യൂണിറ്റി കോട്ടയിൽ എലിജിബിൾ ആണോ? ഓക്കെ. OBC, മുസ്ലിം, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അല്ലെങ്കിൽ അതർ എലിജിബിലിറ്റി ക്ലാസ് ഉണ്ടോ? നോ. കാറ്റഗറി EWS ആണോ? നോ. ഓക്കെ. കാറ്റഗറി SCBC, മുസ്ലിം, മാപ്പിള കമ്മ്യൂണിറ്റി. ഓക്കെ. ഇനി NCC ഉണ്ടോ, NSS ഉണ്ടോ, കാര്യങ്ങളൊക്കെയാണ്. സ്പെഷ്യൽ വെയിറ്റേജ് ഡീറ്റെയിൽസ്. ഓക്കെ. ഏതിലേതെങ്കിലും ഉണ്ടോ? എനിക്ക് ഏതുമില്ല, അതുകൊണ്ട് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്കൗട്ട് ഉണ്ടെങ്കിൽ സ്കൗട്ട് കൊടുക്കുക, സ്റ്റുഡൻസ് പോലീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, NSS ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. റിസർവേഷൻ നോമിനി, ഇതിലേതെങ്കിലും ഉണ്ടോ? യൂണിയൻ ടെറിട്ടറി, ഇത് പൊതുവേ നമ്മൾക്കാർക്കും ഉണ്ടാവാത്തൊരു കാറ്റഗറിയാണ്, അതുകൊണ്ട് നോട്ട് അപ്ലിക്കബിൾ. ഇൻട്രസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇൻട്രസ്റ്റ് ആണോ? യെസ്. ഇഫ് ദ കാൻഡിഡേറ്റ് മെൻഷൻ നോ, സെൽഫ് ഫിനാൻസിങ് അൺഎയ്ഡഡ് കോളേജ് വിൽ നോട്ട് ബി ലിസ്റ്റഡ്. സെൽഫ് ഫിനാൻസിങ് കോളേജ് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റഡ് എനി ഡിഗ്രി കോഴ്സ് റെഗുലർ മോഡ് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ. ഞാൻ എസ് എന്ന് കൊടുത്തു. ഞാൻ മുൻപതായിട്ട് റെപ്രസ് സ്പോർട്സ്, നോ. ഓക്കെ. ഇനി ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമ്മളെ +2 രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ
അവർ പറയും. അതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ റെഗുലർ ആയിട്ടാണോ പഠിച്ചത്, പാർട്ട് ടൈം ആണോ, ഓപ്പൺ സ്കൂളാണോ, റെഗുലർ, ബോർഡ് നമ്മൾ കേരളയാണ്, സ്ട്രീം ഹ്യൂമാനിറ്റീസ് ആണ്, മാർക്ക് സിസ്റ്റം ആണോ ഗ്രേഡിംഗ് സിസ്റ്റം ആണ്, മാർക്കാണല്ലോ നമുക്ക് കൊടുക്കുന്നത്. മാർക്ക് ഗ്രേഡ് ഉണ്ടെങ്കിലും നമുക്കറിയാം മാർക്കാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം മാർക്ക് കൊടുത്താൽ മതി. ഇയർ ഓഫ് പാസിങ് അത് കൊടുക്കുക, നമ്പർ ഓഫ് സ്റ്റാൻഡ്സ്, എക്സാമിനേഷൻ, നമ്മളെ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. ഇനി എനിക്ക് എൻ്റെ ഹിസ്റ്ററി ആയിരുന്നു, എല്ലാ സബ്ജക്റ്റും നമ്മൾ സെലക്ട് ചെയ്യുക. പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ പിന്നെ ഇവിടെ എക്കണോമിക്സും ഇവിടെ സോഷ്യോളജി ആണ് എൻ്റെത്, അതും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാർക്ക് 200-ലാണുള്ളത്, അത് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇക്കണോമിക്സ് നമ്മൾ സോഷ്യോളജി. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും മാർക്ക് എൻ്റർ ഞാൻ ചെയ്യുകയാണ്. നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗമാണ്. ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുകയാണ്. ഫോട്ടോയും സിഗ്നേച്ചറും കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ഓപ്ഷൻ നമുക്ക് ഇത് ചെയ്യാനാണ്, കോളേജുകൾ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ സെലക്ട് കോഴ്സ്, സെലക്ട് കോളേജ്, നമുക്ക് ഫസ്റ്റ് വേണ്ട കോളേജാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട കോളേജ് 4 ഇയർ, ഒന്നാമത് എനിക്ക് ഹിസ്റ്ററി ആണ് വേണമെങ്കിൽ ഹിസ്റ്ററി സെലക്ട് ചെയ്യുന്നു. അതിൽ ഏത് കോളേജിൽ ഹിസ്റ്ററി ആണ് എനിക്ക് ഫസ്റ്റ് വേണ്ടത് അത് കൊടുക്കാം. അല്ലാതെ എല്ലാ ഹിസ്റ്ററി ഒരുമിച്ച് കൊടുക്കരുത്. ഏതാണോ ഫസ്റ്റ് വേണ്ടത് നമ്മൾ കൊടുക്കുക. ആഡ് യുവർ ഓപ്ഷൻ. അതോടുകൂടി എന്ത് ചെയ്ത് ആ ഓപ്ഷൻ അതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് രണ്ടാമത് ഞാൻ സെലക്ട് ചെയ്യാം. എനിക്ക് വേണ്ടത് BA സോഷ്യൽ സയൻസ് എക്കണോമിക്സ്. ഓക്കെ, മേരി മാതാ കോളേജിൽ മാത്രമേ ഉള്ളൂ, വയനാട്ടിലാണ് സോഷ്യൽ സയൻസ്, BA സോഷ്യൽ സയൻസ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് ഉള്ളത്. ഇതിൽ BA എക്കണോമിക്സ് എടുത്താൽ മതി. അപ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ട്, ഏതാണോ വേണ്ടത്. എനിക്ക് BA എക്കണോമിക്സ് ആണ്. അപ്പോൾ EK നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് ആണ് നല്ലൊരു കോളേജ് എന്ന് കരുതിയിട്ട് ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അതും കൂടിയും അതിലേക്ക് ആഡ് ചെയ്ത് വന്നു. അങ്ങനെ നമുക്ക് 15-20 ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റഡ്. എൻ്റേത് കഴിഞ്ഞു. ഓക്കെ, ഇതോടുകൂടി ഇനി എന്ത് ചെയ്യും, ഇതിൻ്റെ കണ്ടിന്യൂ ടു ഇനി പേയ്മെൻറ്റ് പേജിലേക്കാണ് പോവുക. ഈ പേയ്മെൻറ്റ് ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ പേഴ്സണൽ ഇതായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്താൽ വെരിഫൈ പേയ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഉള്ളത്. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.